കട്ടക്കലിപ്പിൽ നിൽക്കുവാണ് രേണു സുധി. രണ്ടും കൽപ്പിച്ച് അക്ബർ ഖാനെതിരെ ഒരു അവസരം നോക്കിയിരിക്കുകയാണ് എന്തെങ്കിലും പൊട്ടിക്കാൻ വേണ്ടി. പക്ഷെ ചെറിയൊരു വുമൺ കാർഡും ഇറക്കുന്നുണ്ട്. വീക്ക്ലി ടാസ്ക് വന്നു, ഒരു സൂപ്പർ ട്വിസ്റ്റ്. അതെ, ട്വിസ്റ്റുകളുടെ മേള. ഈ പറഞ്ഞതുപോലെ പണപ്പെട്ടിയല്ല, അത് ലാസ്റ്റ് പണിപ്പെട്ടി വീക്ക്ലി ടാസ്ക് തുടങ്ങി. സാധാരണ ചൊവ്വാഴ്ചയാണ് വീക്ക്ലി ടാസ്ക് തുടങ്ങുന്നത്, ഇന്നിപ്പം ബുധനായി അല്ലേ. പക്ഷേ വീക്ക്ലി ടാസ്ക് നല്ല രസമൊക്കെ ഉണ്ട്. ചെറിയൊരു വീക്ക്ലി ടാസ്ക്, അങ്ങനെ ഭയങ്കര വലിയ എക്സ്പെൻസസ് എടുത്ത് ചെയ്ത പോലെയോ അല്ലെങ്കിൽ കുറേ നേരം ഇൻവോൾവ്മെന്റ് ചെയ്ത് നിൽക്കുന്ന പോലെയോ അങ്ങനെയൊന്നുമില്ല. ചെറിയൊരു സാധനമാണ്, പക്ഷെ അതിനകത്ത് ട്വിസ്റ്റുകൾ അനേകമാണ്. ഇപ്പൊ ലൈവിനകത്ത് നമ്മുടെ ചാണകം ഉരുട്ടിക്കൊണ്ടുവന്ന സാധനം ഉണ്ടല്ലോ, ഒരു വണ്ടി, ആ വണ്ടിക്കകത്ത് അഭിശ്രീയെ ഇരുത്തിക്കൊണ്ട് അനീഷും റെനയും കൂടി പെട്ട പാടില് ആകെ അലമ്പായി നടക്കുവാണ്. ഒരു സുഖമുള്ള ഒരു ട്വിസ്റ്റ് അതിനകത്ത് സംഭവിച്ചു. രേണു സുധിയാണ് വിറ്റ്, എങ്ങനെയെങ്കിലും വോട്ടെടുക്കുകയും ചെയ്യണം, അക്ബർ ഖാനെ രണ്ട് പൊട്ടിക്കുകയും ചെയ്യണം, തീട്ട കേസിൽ വരെ എന്നെ വലിച്ചഴിച്ചു എന്നാണ് രേണു സുധിയുടെ ആരോപണം. എന്താണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? വൈകിട്ട് 3 മണി മുതൽ 5:30 വരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്, ലൈവ് കാണാത്തവർക്ക് വേണ്ടിയിട്ട്. സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. അപ്പോൾ വൈകുന്നേരം ഷൈത്യയും ജിസേലും കൂടെ സംസാരിക്കണം. ഷൈത്യ പറയാണ്, ഇന്ന് നമ്മൾ രാത്രി എന്തായാലും പുറത്താണ് കിടക്കുന്നത്, നമ്മൾ ഇന്ന് സ്വയം സേവ് ആയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടും. കാരണം ലാലേട്ട വന്ന് ചോദിക്കും, എന്തിനാണ് ഈ ഗെയിം തന്നത്, നിങ്ങൾക്ക് കളിക്കാനാണോ ബാക്കിയുള്ളവരെ സപ്പോർട്ട് ചെയ്യാനാണോ എന്ന് വന്ന് ചോദിക്കും. അപ്പം ജിസേൽ പറയണം, അതെ ഞാനും ഇന്നിനി അങ്ങനെ തന്നെയാണ്, എന്നെ സേവ് ചെയ്യാനാണ് പോകാൻ പോകുന്നത്, ഇല്ലെങ്കിൽ എൻ്റെ ഉറക്കം ഇന്നും കൂടെ പോയി കഴിഞ്ഞാൽ നാളെ എനിക്ക് വട്ട് പിടിക്കും. അപ്പോഴത്തേക്കും ഷൈത്യ പറഞ്ഞു, ഇത് മാത്രമല്ല നമ്മൾ ടാസ്കിൽ പെർഫോം ചെയ്തില്ലെങ്കിൽ ഇത്രയും നല്ലൊരു ചാൻസ് കിട്ടിയിട്ട് നമ്മൾ പെർഫോം ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ജയിലിലും ഇവരാക്കും. ഇതേ സമയം രേണു സുധി ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുകയാണ്. ഒറ്റയ്ക്കിരുന്ന് എന്നെ എന്തിനാണ് ഇങ്ങനെയെല്ലാം പറഞ്ഞത്, പല രീതിയിലുള്ള വർത്താനങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്, കളിയാക്കൽ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരെണ്ണം സെപ്റ്റി ടാങ്ക് എന്ന് ആദ്യമായിട്ട് കേൾക്കുകയാണെന്ന് പറയുന്നു. സരിക, ഷാരിക, നെവിൻ, ഇവർ 3 പേര് ഫുഡ് കഴിച്ചുകൊണ്ടൊക്കെ ഏതാണ്ട് ഇരിക്കുവാണ്. രേണു സുധി അങ്ങോട്ട് വന്ന് ചോദിക്കണം, ഞാൻ തീട്ടക്കുഴിയാണോ, ഇവൻ സെപ്റ്റി ടാങ്ക് തന്നെ വിളിക്കാൻ മാത്രം ഞാൻ ഇവിടെ എന്താണ് ചെയ്തത്? ബോഡി ഷെയ്മിങ്ങിന്റെ മൂർത്തമായ അവസ്ഥയാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതിന്റെ അങ്ങേ അറ്റമാണ് ഈ കാണിച്ചിരിക്കുന്നത്. എന്നെ പലരും പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, അവൻ എന്തെല്ലാം പറയായിരുന്നു, ഓമന പേര് പറയാൻ പറഞ്ഞപ്പോൾ ഇങ്ങനെയാണോ, ഇത്രയും വൃത്തികെട്ട രീതിയിൽ, അതിന് മാത്രം ഞാൻ എന്താണ് അവനെ ചെയ്തത്, എന്ത് സംഭവം? ശരിക്കും രേണു സുധി പറയും പോലെ രേണു സുധിയെ പുറത്തെ കേസുകൾ കൊണ്ട് ചിലപ്പോൾ പലരും അങ്ങനെയൊക്കെ പറയുമായിരിക്കാം, പക്ഷെ അകത്ത കേസുകൾ രേണു സുധി ഇതുവരേക്കും ഈ പറഞ്ഞ സെപ്റ്റി ടാങ്കിനോട് ഉപയോഗിക്കാൻ മാത്രമുള്ള വിഷയങ്ങളൊന്നും തന്നെ ചെയ്തിട്ടില്ലെന്നാണ് എൻ്റെ ഒപ്പീനിയൻ. ദെൻ ഞാനൊരു സ്ത്രീ അല്ലേ, അവിടെയാണ് വുമൺ കാർഡ് ഇറക്കുന്നത്. അപ്പോൾ സ്ത്രീ എന്നല്ല ഒരു പുരുഷൻ ആ സാധനം പറഞ്ഞു കഴിഞ്ഞാലും അത് വാല്യുബിൾ ആണ്. അപ്പോൾ രേണു സുധി അവിടെ പറയുന്നത്, ഞാനൊരു സ്ത്രീയല്ലേ, തീട്ടക്കുഴി വഹിക്കുന്ന ഒരു സെപ്റ്റി ടാങ്കായി എന്നെ മാറ്റി. അപ്പം നെവിന് ഇത് കേട്ടുകൊണ്ട് തീട്ടക്കുഴി എന്ന് വീണ്ടും കേൾക്കുമ്പോൾ നെവിന് ഇത് ചിരി ഭയങ്കരമായ ചിരിയാണ്. എന്തിരിക്കുന്നു, ഞാനൊരു സ്ത്രീയാണ്, ഒരു അമ്മയാണ് ഞാൻ, ഒരു വിധവയാണ് ഞാൻ, അപ്പൊ എന്നെ എടുത്ത് വീണ്ടും ഈ കേസിലെടുത്തിട്ടു, എന്നെ ഇങ്ങനെയെല്ലാം പറയാൻ ഞാൻ എന്താണ് ചെയ്തത്? മക്കളെ നമ്മളെ വിട്ട് ഓരോരുത്തർ പോകുമ്പോൾ, നമ്മളെ ഭർത്താക്കന്മാർ പോകുമ്പോൾ പിള്ളേരെ വളർത്തുന്നത് എങ്ങനെയാണെന്ന് അത് ബുദ്ധിമുട്ടിയവർക്ക് അറിയാം. ഈ ക്യാമറകൾ കാണുന്നുണ്ട്, ജനങ്ങൾ 10% എൻ്റെ കൂടെ ഉണ്ട്, നമുക്ക് നോക്കാം എന്നിങ്ങനെ രേണു സുധി പറയുന്നു. എന്നിട്ട് ഇതേ സമയം റെന, മുൻഷി ഇവർ തമ്മിൽ ഇവരുടെ അഭിപ്രായ വ്യത്യാസം കുറേ സാധനങ്ങളോട് സംസാരിക്കുന്നു. റെനയ്ക്ക് കൺവേ ആവുന്നില്ല, മുൻഷിക്കും കൺവേ ഒന്നും ആവുന്നില്ല. 2K കിഡ് വിഷയവും ഐഡിയോളജികളും ഒക്കെയാണ് ചർച്ച ചെയ്യുന്നത്. ദെൻ അതിനുശേഷമാണ് ഈ പറയുന്ന രേണു നേരെ പോയിട്ട് ബിൻസി കിടക്കുവാണ് ബെഡ്റൂമിൽ. ബിൻസിയുടെ അടുത്തും പോയി സംഭവങ്ങളൊക്കെ പറയുമ്പോൾ അത് പറഞ്ഞ തെറ്റ് തന്നെയാണ്, അതിന് മാത്രം ഒന്നും ചേച്ചി ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുകയാണ്. ഓക്കെ ഫൈൻ, അത് കഴിയുന്നു. അതിനുശേഷമാണ് വീക്കിലി ടാസ്ക് വരുന്നത്, ഭാഗ്യത്തിൻ്റെ പണിപ്പെട്ടി. അതായത് കോയിൻസ് എടുക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് നിങ്ങളുടെ ദൗത്യം. ആ കോയിൻസിൽ ഭാഗ്യവും ഉണ്ടാവും, പണിയും ഉണ്ടാവും. ഗാർഡൻ ഏരിയയിൽ ഒരു പോഡിയത്തിൽ ഒരു ബോക്സ് ഉണ്ടാവും, ആ ബോക്സിൽ ഒരു ഹോൾ ഉണ്ടാവും, അതിനകത്ത് കോയിൻസ് ഉണ്ടാവും. വൃത്താകൃതിയിൽ എല്ലാവരും വട്ടത്തിന് ചുറ്റി നിൽക്കാനുള്ള അവിടെ റൗണ്ട് വരച്ചിട്ടുണ്ട്, വട്ടത്തിന് എല്ലാവരും ചുറ്റി നിൽക്കുക. ബസർ അടിക്കുമ്പോൾ എല്ലാവരും കൂടെ ഓടിപ്പോയി ഇതിനകത്ത് കൈയിട്ട് മാക്സിമം കോയിൻസ് കളക്ട് ചെയ്യുക. ഗോൾഡ് കോയിൻ, ബ്ലാക്ക് കോയിൻ, ചുവപ്പ് റെഡ് കോയിൻ, അങ്ങനെ 3 കോയിൻസും ഉണ്ട്. ഇതിനകത്ത് ഗോൾഡ് കോയിനാണ് നിങ്ങൾ കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ സൂപ്പർ പവറും, ബ്ലാക്ക് ആണെങ്കിൽ അപ്പം തന്നെ നിങ്ങൾക്ക് പണിയും കിട്ടും, ചുവപ്പാണെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് എണ്ണം കൂട്ടാനായിട്ടും സാധിക്കും. ഓക്കെ, പിന്നെ ഈ ടാസ്ക് അടുത്ത പണിപ്പുരയിൽ അടുത്ത പണിപ്പുര ടാസ്കിനകത്ത് എൻട്രിയെ നിങ്ങളെ സ്വാധീനിച്ചേക്കാം. ഓക്കെ,
ചുറ്റും വൃത്താകൃതിയിൽ വേണം നിൽക്കാനായിട്ട്. ബസർ ടു ബസർ ആണ് ടാസ്ക് വരുന്നത്. നിങ്ങൾ എടുത്ത കോയിൻസ് തിരിച്ച് അതിനകത്തേക്ക് ഇടാൻ പാടില്ല. കാരണം ബ്ലാക്ക് ഒക്കെ പണിയാണല്ലോ. അപ്പോൾ എടുത്തു കഴിഞ്ഞാൽ തിരിച്ചൊന്നും ഇടാൻ പാടില്ല. പരമാവധി കോയിൻ നിങ്ങൾ സ്വീകരിക്കണമെന്ന് പറയുന്നു. കിട്ടുന്ന 3 കോയിനും സൂക്ഷിച്ച് നിങ്ങൾ വെച്ചേക്കണം. അതിനകത്ത് ഏതാണ് പിന്നീടുള്ള കാലത്ത് ബിഗ് ബോസ് വീട്ടിൽ യൂസ് വരണേന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്നും ബിഗ് ബോസ് പറയുന്നുണ്ട്. പിന്നെ ആദിലയും നൂറയും 2 കണ്ടസ്റ്റന്റ് അല്ല, ഒറ്റ കണ്ടസ്റ്റന്റ്. അതുകൊണ്ട് അവരുടെ ഒരു കൈ തമ്മിൽ കെട്ടണം. എന്നിട്ട് രണ്ട് പേരുടെയും ഓരോ കൈ വീതമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുകയാണ്. അങ്ങനെ ഫസ്റ്റ് റൗണ്ട് കഴിയുന്നു. ഈ പറയുന്ന 5 സെക്കൻഡ് പോലും സമയം കൊടുക്കുന്നില്ല. അതിന് മുന്നേ തന്നെ ആ റൗണ്ട് കഴിയുവാണ്. ആ റൗണ്ട് കഴിയുമ്പോഴത്തേക്കും എല്ലാവരും കൂടെ ഓടിപ്പോയി ഭയങ്കര സ്പിരിറ്റിലൊക്കെ എടുക്കുന്നുണ്ട്. സൂപ്പറാണ്. ബിഗ് ബോസ് ലിവിംഗ് റൂമിൽ വിളിച്ചിട്ട് ആർക്കൊക്കെ എന്തൊക്കെ കിട്ടിയെന്ന് ചോദിക്കുകയാണ്. അപ്പം അഭിലാഷിന് ഒരു ബ്ലാക്ക് കിട്ടുന്നു, അത് പണിയാണ്. അടുത്ത റെനയ്ക്ക് ഒരു ബ്ലാക്ക് കിട്ടുന്നു, അതും പണിയാണ്. ബിന്നിക്ക് 5 റെഡ് കിട്ടുന്നു. ആര്യന് 3 റെഡ് കിട്ടുന്നു. ജിസേലിന് 2 റെഡ് കിട്ടുന്നു. പിന്നെ അക്ബറിന് 1 ഗോൾഡും 4 റെഡും കിട്ടുന്നു. ബാക്കിയുള്ള അനീഷ്, ഒനീല്, രഞ്ജിത്ത്, അപ്പാനി, ഷാനവാസ്, നെവിൻ, ഷൈത്യ, അനു, ഷാരിക, അതുപോലെ ബിൻസി, സരിക, രേണു, ആദില, നൂറ, ഇവർക്ക് ഇത്രയും ഒന്നുമേ കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ബിഗ് ബോസ് പറയാണ് കോയിൻ കിട്ടിയില്ലെങ്കിൽ ഒരു ചാൻസും കൂടി നിങ്ങൾക്ക് തരാം. ഇനി കോയിൻ എടുക്കാതെ വരുന്നവരാണ് ജയിലിൽ പോകേണ്ടത്. അതായത് അവരിൽ നിന്ന് കോയിൻ ആരുടെയൊന്നും കയ്യിലില്ല, അവരെയൊക്കെയാണ് ജയിൽ നോമിനേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഇത്തവണത്തെ റൗണ്ടിൽ കളിക്കേണ്ടത് കോയിൻ കിട്ടാത്ത ആൾക്കാരാണ്. അപ്പോൾ കോയിൻ കിട്ടാത്ത ആൾക്കാർ പോയി കളിക്കാൻ പറയുന്നു. 2ാമത്തെ റൗണ്ട് കഴിഞ്ഞ് വരുവാണ്. 2ാമത്തെ റൗണ്ട് ലാസ്റ്റ് റൗണ്ടാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇനി വേറെ നിങ്ങൾക്ക് ചാൻസ് ഒന്നുമില്ല. 2ാമത്തെ റൗണ്ടിൽ ഇനി ബാക്കി 2 കോയിനേ ബാക്കിയുള്ളൂ ബിഗ് ബോസ് പറയുന്നുണ്ട്. അതിനകത്ത് ഷാനവാസിന് ഒരു റെഡ് കോയിനും അനീഷിന് ഒരു ബ്ലാക്ക് കോയിനും കിട്ടുവാണ്. അപ്പം ഇത്രയും പേരൊഴിച്ച് ഇതിനകത്ത് കോയിൻസ് ബ്ലാക്ക് ആയിക്കോട്ടെ, റെഡ് ആയിക്കോട്ടെ, ഗോൾഡ് ആയിക്കോട്ടെ, ഈ 3 ഇതൊഴിച്ച് വേറെ ഒന്നും കിട്ടാത്ത എല്ലാവരുമാണ് ജയിൽ നോമിനേറ്റഡ് ആവാൻ പോകുന്നത്. അതിനകത്തൊന്നുമാണ് ജയിൽ നോമിനേഷൻ എടുക്കാൻ പോകുന്നത്. ദാറ്റ് മീൻസ് ഒനീല്, രഞ്ജിത്ത്, അപ്പാനി, നെവിൻ, ഷൈത്യ, അനു, ഷാരിക, ബിൻസി, സരിക, രേണു, ആദില, നൂറ, ഇവർ ഇത്രയും പേരിൽ നിന്ന് വേണം നമ്മൾ ജയിൽ നോമിനേറ്റ് ചെയ്യാൻ വേണ്ടി. അതൊരു ട്വിസ്റ്റ് ആയിപ്പോയി. ഓക്കെ, അതിനുശേഷമാണ് പിന്നീട് കയർ, ആദില നൂറയ്ക്ക് കൊടുത്ത കയർ എടുത്ത് നെവിൻ കയ്യിൽ കെട്ടി വെച്ചെന്തോ വേലത്തരം കാണിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അവിടെ അനീഷ് പോയി ഉടക്കുണ്ടാക്കി, ഞാൻ നിങ്ങൾക്ക് തിരിച്ച് തന്നല്ലോ, നിങ്ങൾ ബിഗ് ബോസിന്റെ അളിയനാവാൻ ശ്രമിക്കല്ലേ, ഈ കണക്കിന് ബിഗ് ബോസ് കൂടി ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ തകർക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കളിയാക്കുവാണ്. ദെൻ ഗോൾഡ് കോയിൻ ആർക്ക് കിട്ടി? അതാണ് സൂപ്പർ പവറുള്ള കോയിൻ. അപ്പൊ അക്ബറിനാണ് ഗോൾഡ് കോയിൻ കിട്ടിയത്. അപ്പൊ അക്ബറിന് ഒരു നോമിനേഷൻ പവർ ഉണ്ട്, ഒരാളെ അടുത്ത ആഴ്ചയിലെ എവിക്ഷനിലേക്ക് ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യാം എന്ന് പറയാണ്. അപ്പോഴേ അതിനകത്ത് ബിഗ് ബോസ് വേറൊരു സാധനം കൊണ്ടുവരുന്നുണ്ട്. ബിഗ് ബോസ് പറയുന്നുണ്ട് ഇനി ഇതിന്റെ പവർ, ഈ നോമിനേഷൻ പവർ പൂർണ്ണമായും കിട്ടണമെങ്കിൽ അടുത്ത റൗണ്ട്, ഇനിയും റൗണ്ട് ഉണ്ട്. ഇപ്പൊ കിട്ടാത്തവർക്കൊന്നും കളിക്കാൻ പറ്റത്തില്ല. അതായത് ഇപ്പൊ 0 ആയിരിക്കുന്ന ആർക്കും ഇനി ചാൻസ് ഇല്ല. ഇപ്പൊ നിലവിൽ മത്സരിച്ച് കയ്യിൽ ഏതെങ്കിലുമൊക്കെ കോയിനുള്ള ആൾക്കാർക്ക് ഇനിയും കളിക്കാം, ഇനി അടുത്ത റൗണ്ട് വരുമ്പോൾ കളിക്കാം. അപ്പൊ അങ്ങനെയുള്ളവർ കളിക്കുമ്പോഴത്തേക്കും അക്ബർ ഒരാളെ ആരെങ്കിലും നേരത്തെ കൂട്ടി ചൂസ് ചെയ്യണം. അവരും ഗോൾഡ് കോയിൻ എടുക്കണം. അവരും ഗോൾഡ് കോയിൻ എടുത്താൽ മാത്രമേ ഈ പറയുന്ന എന്താ പറയുക അക്ബറിന്റെ ഈ കയ്യിലിരിക്കുന്ന കോയിന് വാല്യൂ ഉണ്ടാവുള്ളൂ എന്ന് പറയുകയാണ്. അത് കൊള്ളാം, പക്ഷെ അതുകൊണ്ട് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം 2 തവണ നമ്മൾ ഈ ക്യാരംസ് അടിച്ചിടുമ്പോഴത്തേക്ക് റെഡ് കട്ട അടിച്ചിട്ട് കഴിഞ്ഞാൽ ഒന്നും കൂടെ അടിക്കണ്ടേ? അതേപോലെയാണ് ഈ സംഭവം വന്നിരിക്കുന്നത്. അപ്പോഴും ആരെ ചൂസ് ചെയ്യുന്നു അക്ബർ തീരുമാനിക്കും. അപ്പം ഞാൻ ആര്യനെ ചൂസ് ചെയ്യുന്നു എന്ന് പറയുകയാണ്. ഇത്തവണ നേരത്തെ ഈ ബോക്സ് നമുക്ക് ട്രാൻസ്പാരന്റ് അല്ല, മീൻസ് കാണാൻ പറ്റില്ല ബോക്സിൽ എവിടെ കിടക്കുന്നു കോയിൻസ് എന്ന്. അപ്പം ഇനി വരുന്ന റൗണ്ടുകളിൽ ബോക്സ് ട്രാൻസ്പാരന്റ് ആയിരിക്കും, ഗ്ലാസ് ബോക്സ് ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും എന്ന് ബിഗ് ബോസ് പറയുന്നത്. അങ്ങനെ അക്ബർ പറഞ്ഞ ആര്യനെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആര്യനാകുമ്പോഴത്തേക്കും എനിക്ക് വിശ്വാസമുണ്ട്, അവൻ എൻ്റെ കൂടെ നിൽക്കുകയും ചെയ്യും എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഉറപ്പാണെന്ന് ചോദിക്കുന്നു. അതിനുശേഷമാണ് കറുപ്പ് എടുത്തവർക്കുള്ള പണി. മീൻസ് അനീഷിനും അഭിലാഷനും റെനയ്ക്കും ഉള്ള പണിയാണ്. 1 കണ്ണ് കെട്ടണം, 2 വാ മൂടണം, 3 നടക്കാൻ പാടില്ല. കണ്ണ് കെട്ടുന്നയാൾ കണ്ണ് കെട്ടിക്കൊണ്ടേ ഇരിക്കാൻ പാടുള്ളൂ. വാ മൂടുന്നയാളൊന്നും സംസാരിക്കാൻ പാടില്ല. നടക്കാൻ പാടില്ലാത്ത ആൾ നമ്മൾ സ്റ്റോർ റൂമിൽ ഒരു സാധനം അയച്ചു തരും, അതിൽ മാത്രമേ നിങ്ങൾ ഇരിക്കാൻ പാടുള്ളൂ. പറഞ്ഞത് മനസ്സിലായല്ലോ? അത് അടുത്ത റൗണ്ട് നടക്കുന്നത് വരെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. ഓരോരുത്തരും ഓരോ സംഭവം മാത്രമേ എടുക്കാവൂ. മീൻസ് ഒരു 3 പേരുണ്ട്, 3 ശിക്ഷ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാമെന്ന് പറയുന്നു. അനീഷ് പറയാണ് ബിഗ് ബോസ് ഞാൻ കണ്ണ് കെട്ടിക്കോളാം. അപ്പൊ റെന ഞാൻ വാ മൂടി കെട്ടിക്കോളാം. അഭിലാഷ് ഞാൻ ഇരുന്നോളാം. അപ്പൊ അപ്പോഴങ്ങനെ 3 പേര് ഒരുമിച്ചായിരിക്കണം എന്ന് പറയുന്നു. അപ്പോഴാണുണ്ട് ചാണക വണ്ടി. ഇല്ല, ചാണകം ഉരുട്ടിക്കൊണ്ടുള്ള ഒരു വണ്ടിയില്ല. ചാണകം മാത്രമല്ല, എന്ത് വേണമെങ്കിലും ഉരുട്ടിക്കൊണ്ടുള്ള ഒരു വണ്ടി. എനിക്ക് അതിന്റെ പേരറിയത്തില്ല, കറക്റ്റ് പ്ലോഫോ അങ്ങനെ എന്തോ ഒരു സാധനമാണ്.
ഈ സാധനമാണ് വരുന്നത്. അതിനകത്ത് ഈ പറയുന്ന അഭിലാഷ് കയറി ഇരിക്കുന്നു. അഭിലാഷിനെ ഉരുട്ടി അടുത്ത റൗണ്ട് വരെ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകാൻ പറയാണ്. അനീഷിന് കണ്ടും കണ്ടുകൂടെ, റെനയ്ക്കൊന്നും സംസാരിക്കാനും പറ്റത്തില്ല. അങ്ങനെ ആകെ മൊത്തം വിഷയമായിട്ട് നടക്കുവാണ്. വണ്ടിയിലിരുന്ന് ഇവരെ ഇങ്ങനെ തള്ളിക്കൊണ്ട് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇതാണ് 5:30 വരെ ലൈവിൽ നടക്കുന്ന ഇൻസിഡന്റ്, 3 മണി മുതൽ. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ ലൈവ് കാണാത്തവർക്ക് വേണ്ടിയുള്ള ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ഇപ്പോഴത്തെ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അതുവരേക്കും ബൈ.